കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖല യുറീക്ക ബാലവേദികളുടെ പ്രഖ്യാപനം നടത്തി. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് കൈരളി വിലാസം ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് യാസിൻ പ്രഖ്യാപനം നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖല യൂറീക്ക ബാലവേദിയുടെ പ്രഖ്യാപനം നടത്തി. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് കൈരളി വിലാസം ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന സർക്കാർ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മാസ്റ്റർ യാസീൻ പ്രഖ്യാപനം നിർവഹിച്ചു. ഗലീലിയോ യൂറീക്ക ബാലവേദി, ഐൻസ്റ്റീൻ യൂറീക്ക ബാലവേദി, സി.വി. രാമൻ യൂറീക്ക ബാലവേദി, ന്യൂട്ടൻ യൂറീക്ക ബാലവേദി തുടങ്ങി 4 ബാലവേദികൾ പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു. പഞ്ചായത്ത് അംഗം എസ് നസീം അധ്യക്ഷത വഹിച്ചു. ഒരു മനുഷ്യ സമൂഹം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ദീർഘവീക്ഷണമുള്ള സംഘടനകളുടെ നിരന്തര ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഇത്തരം അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആ ദിനത്തെ നമ്മൾ ആചരിക്കാറുള്ളത്. ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജൂൺ മാസം 1-ാം തീയതി സാർവദേശീയ ശിശുദിനമായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീകുമാരി, നിസാർ പൊന്നാരത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ, കവി മായ വാസുദേവ്, ജില്ലാ കമ്മിറ്റി അംഗം ഗീതാകൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബാബു, ജാഫർ ഷെരീഫ്, ഹരികുമാർ കൊട്ടാരം, ലത, ഉഷ ശശിധരൻ, S.S. നായർ, ബാബു വട്ടക്കാട്, സലീം ലാൽ, കൃഷ്ണകുമാർ, ശോഭനകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ പലതരത്തിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നടത്തേണ്ടത്. നമ്മൾ പുസ്തകം കൊടുക്കുക മാത്രമല്ല, പുസ്തകം വിതരണം ചെയ്യുക, പുസ്തകം വായിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ബാലവേദിയിൽ നിന്നാണ് നമ്മൾ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ബാലവേദി, ഒരു ഗ്രന്ഥശാലയുടെ കീഴിൽ ബാലവേദി ഉണ്ടായിരിക്കണമെന്നാണ്. കീബോർഡ് ഫ്യൂഷൻ, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.